നമസ്കാരം ചങ്ങായിമാരെ, ആദം ഫാംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മളെ ആ ഒരു ഫാമിൻ്റെ നമ്മളെ പീജൺ ലോഫ്റ്റൊക്കെ ഉള്ള ഒരു ഏരിയയാണിത്. അപ്പോൾ ഇവിടെ നമ്മളെ ഒരു അപ്ഡേഷൻ വർക്ക് നടക്കുന്നുണ്ടായിരുന്നു. മുൻപ് ഞാൻ ഷീറ്റ് അടിക്കണതും ചെറിയ ചെറിയ അപ്ഡേറ്റുകളൊക്കെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളെ സ്റ്റോറേജ് ടാങ്കിൻ്റെ കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ അക്വോ പോയിൻ്റ് ഏരിയ, അക്വേറിയം വെക്കുന്ന ഏരിയയുടെ വർക്ക് അവിടെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളൊരു ട്രെയിൽ റൺ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മളെ ഗപ്പി സെറ്റ് ചെയ്തതിൻ്റെ ഏരിയ ബ്രീഡിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഒരു ഏരിയ, ചെറിയൊരു ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ ഈ സ്റ്റോറേജ് ടാങ്കിൻ്റെ വിശേഷങ്ങളാണ് പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ബാക്കി വിശേഷങ്ങൾ വരും വീഡിയോസിൽ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മൾ ആ ഒരു അപ്ഡേഷൻ ചെയ്ത ഭാഗത്തേക്ക് പോകാം. നമ്മളെ മെയിൻ പീജൺ ലോഫ്റ്റാണ് ഇത്. ഒരുപാട് വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളെ മെയിൻ പീജൺ ലോഫ്റ്റിൽ നിന്ന് നമ്മളിങ്ങനെ ഷീറ്റ് ഇറക്കിയിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആ ഷീറ്റ് ഇറക്കിയിട്ട് അത് നമ്മൾ ഡോറൊക്കെ വെച്ച് നമ്മളിത് മൊത്തത്തിലൊന്ന് കവർ ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഫിഷറീസിൽ നിന്ന് ഒരു 3 ലക്ഷത്തിൻ്റെ പ്രൊജക്റ്റ് അപ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന എന്ന് പറഞ്ഞതിൻ്റെ പിന്നാമ്പുറത്തെ മത്സ്യകൃഷി എന്ന് പറയുന്ന ഒരു സ്കീം ഉണ്ടായിരുന്നു 3 ലക്ഷത്തിൻ്റെ ബാക്ക് യാർഡ് ഓർണമെൻ്റൽ ഫാമിംഗ് എന്ന് പറഞ്ഞിട്ട്. അതിൽ നമുക്ക് 40% ആണ് സബ്സിഡി വരും. അത് 3 ലക്ഷത്തിന് 1,20,000 നമുക്ക് സബ്സിഡി. അങ്ങനെയാണ് നമ്മൾ ഈ ഷെഡ് മൊത്തം സെറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ഏകദേശം നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 15 അടി അങ്ങോട്ട് വീതിയുണ്ട്. അതേപോലെ തന്നെ ഈ 30 അടി നീളമുണ്ട് കേട്ടോ ഈ ഒരു ഷെഡിന്. നമ്മുടെ പീജൺ ലോഫ്റ്റാണിത്. പീജൺ ലോഫ്റ്റിൻ്റെ അവിടെ നിന്ന് ഒരു ഓപ്പൺ ഏവിയറി സെറ്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ള സ്ഥലമാണിത്. അപ്പോൾ നമുക്കിതിന് ഒരു സ്റ്റോറേജ് ടാങ്കൊക്കെ സെറ്റ് ചെയ്യാനുള്ളൊരു സാഹചര്യം കിട്ടിയപ്പോൾ അതാണ് സെറ്റ് ചെയ്തതാണ് മൊത്തത്തിൽ. പിന്നെ ഇവിടെ നമുക്ക് വേറെ മാറ്റങ്ങളൊക്കെ വരും. അപ്പോൾ നമ്മളിത് വേറെ സ്ഥലത്തേക്ക് മാറ്റും കേട്ടോ. അപ്പോൾ ഇത് 6 അടി നീളം 6 അടി വീതിയുള്ള ഒരു ടാങ്കാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിലെല്ലാം മൊത്തം നമ്മൾ 500 GSM-ൻ്റെ ഷീറ്റുകളാണ് കേട്ടോ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഷീറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തന്നത് പാറയിൽ ടാർപോളിൻസ് ആണ്. അവരുടെ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾ യൂട്യൂബിൽ തപ്പിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾറെഡി കിട്ടും. പാറയിൽ ടാർപോളിൻസ് അവരാണ് നമുക്ക് ഷീറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തന്നിട്ടുള്ളത്. നമ്മൾക്ക് കസ്റ്റമൈസ്ഡായിട്ട് നമ്മളെ അളവിനാണ് ഷീറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തന്നിട്ടുള്ളത്. 500 GSM-ൻ്റെ UV പ്രൊട്ടക്ഷൻ ഉള്ളത്. UV പ്രൊട്ടക്ഷൻ നമുക്ക് എന്തായാലും പായലും കാര്യങ്ങളൊന്നും വരില്ല, കാരണം ഓൾറെഡി ഈ ഒരു സൈഡിലൊക്കെ നമുക്ക് അത്യാവശ്യം വെയിലും കാര്യങ്ങളൊക്കെ അടിക്കും. അപ്പോൾ അങ്ങനെയാണ് അവസ്ഥകൾ വരുന്നത്. നമുക്ക് ടോട്ടലി ഇതിൽ ഒരു 6 അടി നീളം 6 അടി വീതി ഇതിലുള്ള 2 ടാങ്കുകളുണ്ട്, 3 ടാങ്കുകളുണ്ട്. പിന്നെ 6 അടി നീളം അതേപോലെ തന്നെ 4 അടി വീതിയിലുള്ള 5 ടാങ്കുകളുണ്ട്. അതിലൊരെണ്ണം നമ്മൾ സാമ്പിൾ അടിച്ചു തരുന്നത്, അതുകൊണ്ട് ടാർപോളിൻ ഷീറ്റ് ഇച്ചിരി ചെറുതാണ്. അപ്പോൾ നമ്മളാ ഒരു ടാങ്കിലുള്ള ഫിഷസിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ നമുക്കിതിൽ കാണാം കേട്ടോ. ഇതൊക്കെ മിക്സഡ് ഗപ്പീസാണ്. അതൊക്കെ നമുക്കിവിടെ ലോക്കൽ സെയില് നടന്നു പോകണ മിക്സഡ് ഗപ്പീസാട്ടോ. ലോക്കൽ സെയില് അത്യാവശ്യം ഉണ്ടാവും. കണ്ടില്ലേ, നമ്മൾ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വാലിസ്നേരിയ മാത്രമാണ് പ്രോപ്പറായിട്ട് ഇതിൽ പിടിച്ചിട്ടുള്ളൂ, ബാക്കി എല്ലാം നശിച്ചു പോയിരിക്കുന്നു. അപ്പോൾ നമ്മളിവിടെ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് ലോക്കൽ സെയിൽ. നമ്മൾ ട്രെയിൽ റൺ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓൾറെഡി ഓൺലൈനായിട്ടൊക്കെ അത്യാവശ്യം സെയിൽ ചെയ്തായിരുന്നു. ഇപ്പോൾ ടെമ്പറലി എല്ലാം സ്റ്റോപ്പഡ് ആണ്. ഇപ്പോൾ വെറും ലോക്കൽ സെയിൽ മാത്രമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ ഫിഷസ് ഒന്നുമില്ല. ഇതിൽ പാക്കും ഉണ്ടായിരുന്നു, നമ്മളെ ജോഗർ ചിക്കിഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ആരെങ്കിലും വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ലോക്കൽ സെയിൽ എന്നുള്ള രീതിയിലെല്ലാം നമ്മൾ കൊടുക്കലുണ്ട്. ഇപ്പോൾ ഇതിൽ കണ്ടില്ലേ, അവിടെ ഒരു ബട്ടിക്കോഫറി ഉണ്ട്. ബട്ടിക്കോഫറി കുറച്ച് കാർപ്പുകൾ മാത്രമാണ് അതിലുള്ളൂ. ഇവിടെ നമുക്ക് കുറച്ച് ജെയിൻറ്റ് ഗൗരകളുണ്ട് കേട്ടോ. ആൽബിനോ ജെയിൻറ്റ് ഗൗരാസ്, പിങ്ക് ജെയിൻറ്റ് ഗൗര ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ നമ്മളെ ഗ്രേ ജെയിൻറ്റ് ഗൗര ഉണ്ട്. എല്ലാം ഒരേ സൈസാണ്. ഒരു 5 ഇഞ്ച് സൈസിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങൾ മാത്രമാണ്. ഇച്ചിരി പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇണങ്ങി തുടങ്ങിയിട്ടില്ല. അതിൽ ആ മൂലയിലെല്ലാവരും ഉണ്ട്. ഇതിൽ നമുക്ക് ടൈഗർ ഓസ്കാറുകളുണ്ട്. ടൈഗർ ഓസ്കാറുകൾ ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു. അതിലിപ്പോൾ ഒരു 4 പീസ് മാത്രമാണ് ബാലൻസ് ഉള്ളൂ. ഇത് നമ്മളെ നോർമൽ മോളീസാണ് ഇതിലുള്ളത്. വൈറ്റും നമ്മളെ ഓറഞ്ചും എല്ലാം ഉണ്ട്. നോർമൽ മോളീസ് അതൊക്കെ എല്ലാം ബ്രീഡായിട്ടുണ്ട് കേട്ടോ. എല്ലാം അത്യാവശ്യം നല്ല കണ്ടില്ലേ. ഇതൊക്കെ കുഞ്ഞുങ്ങളാണ്. നമ്മളെ കുഞ്ഞുങ്ങളെ സെപ്പറേറ്റ് ചെയ്യാനുള്ള വേറെ ടാങ്കോ കാര്യങ്ങളൊന്നുമില്ല. എല്ലാം ഒരുമിച്ച് തന്നെയാണ് വളരുന്നത്. നോർമൽ റെഡ് പ്ലാറ്റീസാണ്. എല്ലാം ബ്രീഡായിട്ടുണ്ട്. ഇപ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ക്ലീനിങ് ആണ്. കാരണം വലിയ ടാങ്കുകൾ കുഴപ്പമില്ല. ഇപ്പോൾ ഈ ജെയിൻറ്റ് ഗൗരാസും ഈ ടാങ്കൊന്നും നമുക്ക് വലിയ പ്രശ്നമില്ല. കാരണം നമ്മൾ ഓൾറെഡി സബ്മേഴ്സിബിൾ പമ്പ് ഉണ്ട്. നമ്മളത് വാങ്ങിച്ചതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. അത് വെച്ച് നമുക്കിത് ക്ലീൻ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ചെറുതിൽ അങ്ങനെ ക്ലീൻ ചെയ്യുമ്പോൾ നമുക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ കുഞ്ഞുങ്ങളൊക്കെ മിസ്സായി പോകും. അപ്പോൾ ഇതിൽ ക്ലീനിങ് നടക്കണില്ല. കണ്ടില്ല, ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ ചെടി സെറ്റ് ചെയ്യാനാണ്. പക്ഷേ സൺലൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് ചെടികൾ ഇതിൻ്റെ ഉള്ളിൽ നല്ല രീതിയിൽ വളരുന്നില്ല.
ഇനി ഇതിൽ ഷോർട്ട് ടൈൽ വെറൈറ്റി ആയിട്ടുള്ളത് ഇപ്പം നമുക്ക് ഏകദേശം ഒരു 4-5 വെറൈറ്റി ഷോർട്ട് ടൈൽ ഉണ്ട്, 5-6 വെറൈറ്റി പ്ലാറ്റുകളുണ്ട്, ഒരു 8-9 വെറൈറ്റി ഗപ്പീസൊക്കെ ഇപ്പോൾ നമ്മൾ ഒരു സ്റ്റോക്ക് രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലൊക്കെ ബ്രീഡിങ് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിൽ ക്ലീനിങ് ഒക്കെ ഇച്ചിരി ചടങ്ങാണ്. പിന്നെ ഇതിൽ നമ്മൾ റീസെൻ്റ്ലി നമ്മൾ പുലിവാഗ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, കുറച്ച് സ്റ്റോക്ക് ഇറക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ പുലിവാഗൊന്നും നിന്ന് പോയില്ല, ഭയങ്കര ഡാമേജാണ്, ട്രെയിൻ നോക്കിയതാണ്. അപ്പോൾ അതുകൊണ്ട് ഫുൾ മോർട്ടാലിറ്റിയാണ്. അതുകൊണ്ടാണ് ഈ പുലിവാഹ ഇപ്പോൾ നമ്മൾ സ്റ്റോക്ക് എടുക്കാത്തത്. അപ്പോൾ ഇതിലൊക്കെ ഇനിയിപ്പോൾ നമ്മളെ മെയിൻ നമ്മളെ അക്വേറിയം വെച്ചിരിക്കുന്ന അക്വാപോയിൻ്റ് ഏരിയയിൽ നമ്മൾ ജസ്റ്റ് ട്രെയിൽ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ അതിലെ ഫ്രൂട്ട് സ്റ്റോക്കൊക്കെ തൽക്കാലം ഇതിൽ മാറ്റും. ഇതിപ്പോൾ കംപ്ലീറ്റ്ലി ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരു ഫാമിംഗ് പരിപാടിയാണ്, നമ്മളൊരു പാഷനാണ്. അപ്പോൾ അത് നമുക്കിത് നിലനിന്ന് പോകണം. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സമയമെടുത്തിട്ടാണ് നമ്മളെല്ലാ കാര്യങ്ങളും വളരെ രീതിയിൽ ചെയ്യുന്നത്. ഇപ്പോൾ ഇത് ഒരു ശാശ്വതമായിട്ടുള്ളതല്ല കേട്ടോ, ഇതെല്ലാം നമ്മൾ മാറ്റും. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇത് നമ്മൾ പീജൻ ലോഫ്റ്റിൽ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു ഏരിയയാണ്. ഇവിടെ നമ്മളൊരു കേജികൾ തന്നെയാണ് വരെ, ഈ ഒരു ഏരിയയിലും നമ്മൾ കേജികൾ തന്നെയാണ് വരെ. അപ്പോൾ നമ്മൾ ഈ ഒരു സെറ്റപ്പ് നമ്മൾ വേറെ ഒരു സൈഡിലേക്ക് നമ്മൾ മാറ്റും കേട്ടോ. അപ്പം അങ്ങനെയാണ് നമ്മളിവിടുത്തെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. കാരണം ഇതെല്ലാം നമ്മളിവിടെ റീയൂസ് ചെയ്തിട്ടുള്ളത്. ഓൾറെഡി ഇവിടെ നമ്മൾ മുൻപത്തെ നിങ്ങൾ വീഡിയോസ് കണ്ടാൽ മനസ്സിലായിട്ടുണ്ടാവും. ഇതിൻ്റെ മുകളിൽ കൂടെ, ഈ ഒരു പൈപ്പിൻ്റെ മുകളിൽ കൂടെ നമ്മൾ ഓൾറെഡി ഒരു ഷീറ്റ് പോലെ അടിച്ച് ഒരു കവറേജ് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ മുൻപ് അരാപ്പൈനും അലിഗേറ്റർ കാറൊക്കെ ഇവിടെയല്ലേക്ക് ഇടുന്നിരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ അങ്ങനെയാണ് നമ്മളിത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതൊക്കെ തന്നെയാണ് റീയൂസ് ചെയ്തിട്ടുള്ളത്. കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. ഷീറ്റ് ഇറക്കി പിന്നെ കുറച്ച് ജസ്റ്റ് രീതിയിലൊരു ഡോറിനുള്ള ഫ്രെയിമും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ചെയ്തിട്ടുണ്ടെന്നുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മളെ സ്റ്റോറേജ് ഏരിയയുടെ ഉള്ളിലെ വിശേഷങ്ങൾ കേട്ടോ. ഇതൊക്കെ ഒരു ടെമ്പററി സെറ്റപ്പാണ്. നമ്മളിവിടെ ഉണ്ടായിരുന്ന താബൂക്കുകൾ ഇറക്കിയിട്ട് തന്നെയാണ് ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. വേറെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടൊന്നുമില്ല, കുഴപ്പമില്ല. നമുക്ക് ട്രെയിൽ റണ്ണിന് ഓക്കെയാണ്. പിന്നെ റീയൂസബിൾ ആക്കുക എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു സെറ്റപ്പിൽ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. കാരണം ഇത് നമുക്ക് ഇവിടെ നിന്ന് മാറ്റണം എന്നറിയാം. അപ്പോൾ മാറ്റണം എന്നുള്ളത് കൊണ്ട് നമുക്കിത് റീയൂസ് ചെയ്യാൻ പറ്റണം. അതുകൊണ്ട് 500 GSM-ൻ്റെ ടാർപോളിൻ ഷീറ്റുകളും ഈ താബൂക്കാണെങ്കിലും നമുക്ക് ഭാവിയിൽ റീയൂസ് ചെയ്യാം, വേറെ പല ആവശ്യങ്ങൾക്ക് വേണ്ടി റീയൂസ് ചെയ്യുക. അതുകൊണ്ടാണ് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണ് അവസ്ഥകളൊക്കെ. അപ്പോൾ ഇതാണ് നമ്മളെ സ്റ്റോറേജ് ടാങ്കിൻ്റെ വിശേഷങ്ങളൊക്കെ. അപ്പോൾ അടുത്തത് നമുക്ക് നമ്മളെ അക്വേറിയങ്ങൾ വെച്ചൊരു ഏരിയ ഉണ്ട്, അതേപോലെ തന്നെ നമ്മളെ ഗപ്പികൾ സെറ്റ് ചെയ്തതിൻ്റെ ഒരു ഏരിയ ഉണ്ട്. അതൊക്കെ ഞാൻ അടുത്തടുത്ത വീഡിയോകളായിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഗുണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീയൂസബിൾ ആണ്. ചിലവുണ്ട്, ചിലവ് നമുക്ക് നോർമലി ഇപ്പോൾ താബൂക്ക് സെറ്റ് ചെയ്യാനായാലും പിന്നെ ഈ ടാർപോളിൻ ഷീറ്റിനൊക്കെ നമുക്ക് ചിലവുകളുണ്ട്. നമുക്ക് ഏകദേശം 2 സംതിങ് ആണ് നമുക്ക് ഓരോ ടാർപോളിൻ ഷീറ്റിനായിട്ടുണ്ടായിരുന്നത്. ഇതിന് മാത്രം സ്വല്പം റേറ്റ് കൂടുതലുണ്ട്, 5 സംതിങ് ഉണ്ട്, 18 അടിയിലാണ്. എല്ലാം 500 GSM-ൻ്റെ ടാർപോളിൻ ഷീറ്റുകൾ തന്നെയാണ്. സൈസിലും മറ്റുള്ളതിനൊക്കെ അനുസരിച്ച് വേരിയേഷൻസ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ പാറയിൽ ടാർപോളിൻസ് എന്ന് പറഞ്ഞ ടീമാണ് നമുക്ക് ഈ ടാർപോളിൻസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തന്നത്. നിങ്ങൾ ഗൂഗിളിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ഡീറ്റെയിൽസ് കിട്ടും കേട്ടോ. മലപ്പുറം നമ്മൾ കോട്ടക്കൽ ബേസ്ഡ് ആയിട്ടാണ് അവരുടെ ഓഫീസും കാര്യങ്ങളൊക്കെ ഉള്ളത്. പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു റീയൂസബിൾ ആയിട്ടുള്ളൊരു സെറ്റപ്പിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. നമുക്ക് മാറ്റണം എന്ന് തോന്നുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. കാരണം ഇവിടെ നമ്മൾ വേറെ കാര്യങ്ങളാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് നല്ല വൃത്തിയിൽ നമ്മൾ അടുത്ത ചെയ്യുമ്പോൾ നമ്മൾ ഒന്നുകൂടി സെറ്റായിട്ട് ചെയ്യും. നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യണമെന്ന് ഉദ്ദേശിച്ച് അക്വാ പോയിൻറ്റിൻ്റെ ഏരിയയും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ കാണാം കേട്ടോ.